എപ്പിസോഡ് 28ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം ബേലയുടെ വീട്ടിൽ അവർ വരികയാണ്. ബേല എത്ര പറഞ്ഞിട്ടും മഹി വീട്ടിന്റെ അകത്ത് കയറുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ്. ബേല ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് മഹിയെ വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മഹി വീട്ടിന്റെ അകത്തേക്ക് കയറുന്നു. അവിടെ ബേലയുടെ അച്ഛൻ ശർമ്മ ഉണ്ടായിരുന്നു. ശർമ്മ ജൂഹിയെ കണ്ട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശർമ്മയോട് മഹി ബേലയുടെ അമ്മയുടെ കാര്യം പറയുകയാണ്. അപ്പോൾ അവിടേക്ക് ബേലയുടെ അമ്മ വരുന്നു. ബേലയെ കാണുന്ന ബേലയുടെ അമ്മ ബേലയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണ് അവർ ജൂഹിയെ കാണുന്നത്. ജൂഹിയെ കാണുന്ന അമ്മ ഓടി ജൂഹിയുടെ അടുത്തേക്ക് പോവുകയാണ്. ജൂഹിയെ വിളിച്ചിട്ട് എഴുന്നേൽക്കാത്തത് കാണുന്ന റാണി അമ്മ വിഷമിച്ച് ഇരിക്കുകയാണ്. ശേഷം അവർ ജൂഹിയെ റൂമിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. ബേല റാണി അമ്മയെ കാട്ടിന്റെ അകത്തുള്ള ഗുഹയ്ക്കകത്താണ് ആരും അറിയാതെ ചികിത്സിച്ചിരുന്നത്. അമ്മ എപ്പോഴാണ് ഇവിടേക്ക് വന്നതെന്ന് ബേല റാണി അമ്മയോട് ചോദിക്കുകയാണ്. ഹെൽത്ത് ഓക്കെ ആയെന്ന് തോന്നിയപ്പോൾ അവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. ഞാൻ ജീവനോടെ ഉള്ള കാര്യം ഒരിക്കലും വിക്രാന്തും വിശാഖയും അറിയാൻ പാടില്ല എന്ന് പറയുകയാണ്. ഞാൻ വിശ്വസിച്ചവരാണ് എന്നെ ചതിച്ചത്. വിക്രാന്തിനെയും വിശാഖയെയും ഞാൻ കണ്ണും അടച്ച് വിശ്വസിച്ചതാണ്. അവർ എന്നെ ചതിച്ചെങ്കിലും എനിക്ക് വിഷമമില്ല. എനിക്ക് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച അമ്മയെയും ജൂഹിയെയും എനിക്ക് തിരിച്ചു കിട്ടി. അത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമാണെന്ന് ബേല പറയുന്ന സമയം അവിടെ മഹി വരികയാണ്. ശേഷം അവർ രണ്ടുപേരും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ മഹിയും ബേലയും പാലസിൽ വരികയാണ്. റൂമിൽ കയറുന്ന മഹിക്ക് തലവേദന തോന്നുകയാണ്. നേരത്തെ ബേല മഹിയുടെ തലയിൽ അടിച്ചതിന്റെ ഫലമായി മഹിയുടെ തലയുടെ പുറം ഭാഗം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കുന്ന ബേല മഹിയുടെ തലയിൽ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. മഹി അനുഭവിക്കുന്ന വേദന താൻ കാരണമാണല്ലോ എന്ന കുറ്റബോധം ബേലയ്ക്കുണ്ട്. മറുവശത്ത് വിക്രാന്തും വിശാഖയും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടക്കുകയാണ്. വിക്രാന്ത് പറയുന്ന ഒരു കാര്യവും വിശാഖയ്ക്ക് കേൾക്കണ്ട എന്നും വിശാഖയ്ക്ക് വിക്രാന്തിന് വിശ്വാസമില്ല എന്നും ഞാൻ ഫ്രണ്ടായ ബേലയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വന്നതെന്നും ആരും എന്നോട് താങ്ക്സ് പറയണ്ട എന്നും പറയുകയാണ്. വിക്രാന്ത് തെറ്റ് സംഭവിച്ചു പോയി, ഞാൻ നിന്നോട് താങ്ക്സ് പറയണമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് വിക്രാന്ത്. രണ്ടുപേരും അവർ ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കാനും തന്റെ പ്രണയത്തെ സ്വന്തമാക്കാനും വേണ്ടി ഒത്തിരി കള്ളങ്ങൾ പറയുകയും തെറ്റുകൾ ചെയ്യുകയും ചെയ്തു. പക്ഷേ വിക്രാന്ത് ആഗ്രഹിച്ച ജീവിതമായ ബേലയെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. മറുവശത്ത് വിശാഖയ്ക്ക് അതുപോലെയല്ല. വിശാഖയ്ക്ക് വിശാഖ ആഗ്രഹിച്ച ജീവിതം കിട്ടി. പക്ഷെ അതിൽ വിശാഖയ്ക്ക് സന്തോഷവും സമാധാനവും ഇല്ല. ഇപ്പോഴും വിക്രാന്ത് ബേലയെ സ്വന്തമാക്കാനുള്ള വഴികൾ അന്വേഷിച്ച് നടക്കുകയാണ്. വിക്രാന്ത് വിശാഖയോട് വിശാഖയുടെ കൂടെയുള്ള ഈ ജീവിതം വിക്രാന്തിന് നരകമാണെന്നും സമാധാനവും സന്തോഷവും ഇല്ല എന്നും പറയുകയാണ്. അത് കേട്ട് വിഷമം സഹിക്കാൻ കഴിയാതെ വിശാഖ കരയുകയാണ്. അത് കാണുന്ന വിക്രാന്ത് വിശാഖയോട് നീ കരഞ്ഞു കാണിച്ചത് കൊണ്ട് എന്റെ മനസ്സ് മാറില്ല എന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന വിശാഖ സ്വന്തമായി ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും ചുവരിൽ തല കൊണ്ടിടിച്ച് തലയിൽ മുറിവുണ്ടാക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് എല്ലാവരും ആ കാര്യം അറിയാൻ വേണ്ടി വിശാഖ വേദന കൊണ്ട് അലറി വിളിക്കുകയാണ്. വിക്രാന്ത് തടയാൻ ശ്രമിക്കുമെങ്കിലും വിശാഖ കരഞ്ഞുകൊണ്ട് റൂമിന്റെ പുറത്തേക്ക് പോവുകയാണ്. വിശാഖയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും വിശാഖയുടെ അടുത്തേക്ക് വരികയാണ്. വിശാഖയുടെ ശരീരത്തിലെ മുറിവ് കാണുന്ന എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. വിശാഖ കാര്യം എന്താണെന്ന് അവരോട് പറയുകയാണ്. യുവി വിശാഖയെ ഉപദ്രവിച്ചു എന്നും ഇപ്പോൾ വിശാഖ ഒരു തടസ്സമാണെന്നും വിശാഖയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് യുവിക്ക് ആഗ്രഹമുണ്ടെന്നും പറയുകയാണ്. അത് കേട്ട് ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കുകയാണ് യുവി. വിശാഖ കരഞ്ഞുകൊണ്ട് യുവിയെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന യുവി വിശാഖയുടെ അടുത്തേക്ക് പോകുമ്പോൾ വിശാഖ പേടിച്ച് കരയുകയാണ്. അത് കണ്ട് സുമിത്രയും സൈകളും യുവിയെ വഴക്കു പറയുകയാണ്. യുവിക്ക് ഇപ്പോഴും ബേലയെയാണ് ഇഷ്ടം. ബേലയെ മറക്കാൻ കഴിയില്ല എങ്കിൽ എന്നെ എന്തിനാണ് വിവാഹം കഴിച്ചതെന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് വിശാഖ. അത് കേട്ട് ബേല ഞെട്ടി നിൽക്കുകയാണ്. യുവി വിശാഖ പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ യുവിയുടെ വാക്കുകൾ ആരും വിശ്വസിക്കുന്നില്ല. വിശാഖ പ്രഗ്നന്റ് ആണെന്നും വിശാഖയെ ഈ അവസ്ഥയിൽ ഉപദ്രവിക്കരുതെന്ന് വിശാഖ യുവിയുടെ കാല് പിടിച്ച് പറഞ്ഞതാണെന്നും എന്നിട്ട് യുവി വിശാഖയെ ഒത്തിരി ഉപദ്രവിച്ചു എന്നും പറയുകയാണ്. അത് കേട്ട് സുമിത്ര ഉൾപ്പെടെ എല്ലാവരും യുവിയെ ദേഷ്യത്തോടെ നോക്കുകയാണ്. ആരും യുവി പറയുന്നത് വിശ്വസിക്കാത്തത് കാണുന്ന യുവിക്ക് ദേഷ്യം വരികയും യുവി മഹിയോടും സൈകളിനോടും എതിർത്ത് സംസാരിക്കുകയും ചെയ്യുകയാണ്. യുവിയുടെ സ്വഭാവമാറ്റം കാണുന്ന സൈകളിന് ദേഷ്യം വരികയാണ്. യുവി സൈകളിന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുകയാണ്. പൗർണമിയെ കുറിച്ച് ഇതിനിടയിൽ കുറ്റങ്ങൾ പറയുകയാണ്. അതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന സൈകൾ ഇതെന്റെ മകൻ യുവി അല്ല എന്ന് പറഞ്ഞ് സൈകൾ വളരെ വിഷമത്തോടെ അവിടെ നിന്നും പോവുകയാണ്. ഇത്
ഇതെല്ലാം സംഭവിച്ചത് നീ കാരണമാണെന്ന് പറഞ്ഞ് യുവി വിശാഖയെ അടിക്കാൻ പോകുമ്പോൾ സുമിത്ര യുവിയെ തടയുകയാണ്. യുവിയുടെ ആ പെരുമാറ്റം കാണുന്ന മഹി യുവിയെ അടിക്കുകയാണ്. എന്നിട്ട് യുവിക്ക് മഹി ലാസ്റ്റ് വാണിംഗ് കൊടുക്കുകയാണ്. സുമിത്രയും യുവിയോട് ദേഷ്യത്തോടെ സംസാരിച്ചിട്ട് വിശാഖയെ വിളിച്ചുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോകുന്ന വഴി വിശാഖ യുവിയെ തിരിഞ്ഞു നോക്കി ജയിച്ച ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് പോവുകയാണ്. അത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് യുവി. അടുത്ത സീനിൽ കഴുകന്മാർ ഉപദ്രവിക്കുന്നതായി ദുസ്വപ്നം കണ്ട് ബേല എഴുന്നേൽക്കുകയാണ്. ഉറക്കം വരാത്തത് കൊണ്ട് ബേല റൂമിന്റെ പുറത്തേക്ക് പോകുന്നു. മറുവശത്ത് വ്യോമിന് ബോധം വരികയാണ്. വ്യോമ് മരിച്ചിട്ടില്ലായിരുന്നു. ബേലയും കൂട്ടരും വ്യോമ് മരിച്ചു എന്ന് വിചാരിച്ചാണ് അവിടെ നിന്നും പോയത്. വ്യോമ് നോക്കുമ്പോൾ കഴുകന്മാർ എല്ലാവരും അവിടെ ജീവനില്ലാതെ കിടക്കുന്നത് കണ്ട് വിഷമം വരുന്ന വ്യോമ് നാഗറാണിയെ വെറുതെ വിടില്ല, ഇതിന് പ്രതികാരം ചെയ്യുമെന്നും പറഞ്ഞ് വാശിയോടെ നിൽക്കുകയാണ്. ഈ സമയം റൂമിന്റെ പുറത്തിറങ്ങുന്ന ബേല എന്തിനായിരിക്കും ഇങ്ങനെ ഒരു ദുസ്വപ്നം കണ്ടതെന്ന് പറഞ്ഞ് ആലോചിച്ച് നടക്കുമ്പോൾ അവിടെ കോളിംഗ് ബെല്ല് കേട്ട് ആരാണെന്ന് അറിയാൻ വേണ്ടി ബേല ഡോറിന്റെ അടുത്തേക്ക് പോയി ഡോർ തുറന്നു നോക്കുമ്പോൾ ജൂഹിയെ കാണുന്ന ബേല സന്തോഷത്തോടെ നിൽക്കുകയാണ്. ജൂഹി അമ്മ വഴി ബേലയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നും അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്നും പറയുകയാണ്. ജൂഹിയോട് ബേല അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. കഴുകന്മാർ എന്നെ കൊന്നില്ല എന്നും ആ സമയം എന്റെ ബോധം പോയത് മാത്രമേ ഉള്ളൂ എന്നും എന്നെ പോലുള്ള രൂപത്തിലുള്ള ഒരു പെൺകുട്ടിക്കാണ് നിങ്ങൾ ഞാനാണെന്ന് വിചാരിച്ച് ചടങ്ങ് ചെയ്തതെന്നും ചേച്ചിയോടുള്ള പ്രതികാരത്തിനാണ് അവർ എന്നെ ഇത്രയും ദിവസം ഉപദ്രവിക്കുകയായിരുന്നു എന്നും കഴുകന്മാർ ജൂഹിയെ ഇത്രയും കാലം ബന്ദിയാക്കി വച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ബേലയ്ക്ക് വിഷമം വരികയാണ്. ബേല കാരണമാണല്ലോ തന്റെ സഹോദരിക്ക് ഇത്രയും ദുഃഖം അനുഭവിക്കേണ്ടി വന്നതെന്ന് തോന്നുകയാണ്. ശേഷം ജൂഹി ബേലയോട് ജൂഹിക്ക് നാഗറാണി ആവണമെന്നും നാഗറാണിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, ഇപ്പോൾ ഞാൻ വലുതായില്ലേ, നാഗറാണി ആകാൻ ചേച്ചിയുടെ സമ്മതം മതി എന്ന് പറയുകയാണ് ജൂഹി. ഇതെല്ലാം കേൾക്കുന്ന ബേലയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരികയാണ്. റൂഹി ബേലയായി മാറിയ സമയം. അടുത്ത റാണി ആവാൻ ബേല ജൂഹിയോട് പറയുകയാണ്. കാരണം ബേലയ്ക്ക് വിക്രാന്തിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ ബേലയ്ക്ക് നാഗറാണി പദവി സ്വീകരിക്കാൻ താല്പര്യമില്ലായിരുന്നു. ബേല ഈ കാര്യം ജൂഹിയോട് പറയുന്നു. ജൂഹിക്ക് ഉത്തരവാദിത്തമൊന്നും ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നും ചേച്ചി നാഗറാണി ആയതിനു ശേഷം നാഗറാണിയായി പ്രതികാരം ചെയ്യാമെന്നും പറഞ്ഞ ജൂഹിയുടെ ഇപ്പോഴത്തെ മാറ്റം ബേലയെ അത്ഭുതപ്പെടുത്തുകയാണ്. ബേലയോട് ജൂഹി അന്ന് എനിക്ക് ഉത്തരവാദിത്തം തലയിൽ കയറ്റി വയ്ക്കാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ എന്റെ മനസ്സ് മാറി, ഞാൻ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും എന്നിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നു. എനിക്ക് നാഗറാണിയായി മാറി എല്ലാവരെയും ഭരിക്കണം, ശേഷം വംശത്തെ നാഗറാണി ആവണം. ചേച്ചിക്ക് ഇപ്പോൾ പ്രതികാരമൊന്നും ചെയ്യണ്ട, സ്നേഹമുള്ള ഒരു ഫാമിലി ഉണ്ട്, മഹിയുണ്ട്. ചേച്ചിക്കും മഹിയെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എന്തായാലും ഭൂമിയിൽ തന്നെ മനുഷ്യനായി ജീവിക്കും. അപ്പോൾ നാഗലോകത്തെ റാണി ഞാനായിക്കോട്ടെ, ചേച്ചി ഇതിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബേല വളരെ സന്തോഷത്തോടെ നീ ആഗ്രഹിച്ച എന്തിനെങ്കിലും ഞാൻ എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ, നീ തന്നെയായിരിക്കും നാഗറാണി എന്ന് ബേല പറയുന്നത് കേട്ട് സന്തോഷം തോന്നുന്ന ജൂഹി ബേലയെ കെട്ടിപ്പിടിക്കുകയാണ്. അതുവരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിന്ന ജൂഹിയുടെ മുഖഭാവം മാറുന്നു. ജൂഹി പുറത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അവിടെ കഴുകൻ വരികയും കഴുകൻ വ്യോമായി മാറുകയും വ്യോമിനെ നോക്കി ജൂഹി ചിരിക്കുകയും ജൂഹിയെ നോക്കി വ്യോം ചിരിക്കുകയും ചെയ്യുകയാണ്. ജൂഹി വ്യോം പറഞ്ഞിട്ട് എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത സീനിൽ വിശാഖയെ കാണാൻ പോകുന്ന ബേല വിശാഖയോട് എന്തിനാണ് അങ്ങനെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. വിശാഖ അതിന് മറുപടി പറയാതെ ബേലയോട് താങ്ക്സ് പറയുകയാണ്. കാരണം വിക്രാന്ത് വിശാഖയെ അന്ന് മരണത്തിന് വിട്ടുകൊടുത്തിട്ട് പോയ സമയം ബേലയാണ് വിശാഖയ്ക്ക് മറുമരുന്ന് കൊടുത്തതെന്നും അത് കാരണമാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. നല്ലൊരു കാര്യം എനിക്ക് നീ ചെയ്തു തന്നിട്ട് അതിന് പ്രത്യുപകാരം ചെയ്യാൻ പോലും നീ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ വിക്രാന്തിന്റെ കൂടെ നിന്ന് നിന്നെ ചതിക്കുകയാണ് ചെയ്തത്, എന്നിട്ട് നീ എന്നെ വിശ്വസിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. എനിക്ക് വിശാഖയോട് ദേഷ്യമോ പ്രതികാരമോ ഇല്ല. അന്നും ഇന്നും എപ്പോഴും നീ എന്റെ ഫ്രണ്ട് തന്നെയായിരിക്കും. നാളെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്, 11 മണിക്ക് പാലസിൽ വരണമെന്ന് വിശാഖയോട് പറഞ്ഞിട്ട് ബേല അവിടെ നിന്നും പോകുന്നു.
ഈ സമയം റൂമിൽ ബേലയെ കാണാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന മഹിയുടെ അടുത്തേക്ക് ബേല വരികയാണ്. ബേല മഹിയോട് ജൂഹി വന്ന കാര്യം പറയുകയാണ്. അതുമല്ല ബേലയുടെ മുഖത്തെ സന്തോഷം മഹി ശ്രദ്ധിക്കുന്നുണ്ട്. ജൂഹിയെ രാത്രി ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടത് ശരിയായില്ല എന്ന് മഹി ബേലയോട് പറയുകയാണ്. മറുവശത്ത് ജൂഹി വ്യോമിനോട് ബേല പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. അത് കേൾക്കുന്ന വ്യോമ സന്തോഷത്തോടെ നിൽക്കുകയാണ്. സ്വന്തം അമ്മയും സഹോദരിയും കൂടി എന്നെ ചതിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവരിൽ നിന്ന് എന്റെ ജീവൻ രക്ഷിച്ചത് വ്യോമാണ് എന്ന് ജൂഹി പറയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ബേലയ്ക്ക് ജൂഹിക്ക് പകരം ഡ്യൂപ്ലിക്കേറ്റ് ബോഡി കൊടുത്തിട്ട് വ്യോം ജൂഹിയുടെ അടുത്ത് പോവുകയും കഴുകനായി മാറി ശക്തി പ്രയോഗിച്ച് ജൂഹിയുടെ ഓർമ്മയിലുള്ളതെല്ലാം മാച്ചു കളയുകയും കണ്ണു തുറക്കുന്ന ജൂഹിയുടെ മുന്നിൽ വ്യോമായി മാറിയിട്ട് വ്യോം ജൂഹിയോട് ഓരോ കള്ളങ്ങൾ പറയുകയാണ്. വ്യോം പറഞ്ഞ കഥയാണ് ജൂഹിയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ജൂഹിക്ക് ഒരു കാര്യവും മനസ്സിലാകുന്നില്ല. നാഗറാണിയുടെ പദവിക്ക് വേണ്ടിയാണ് ബേല ജൂഹിയെ കൊന്നത്. പിന്നെ ഇപ്പോൾ എന്തിനാണ് പറഞ്ഞ ഉടൻ തന്നെ സന്തോഷത്തോടെ ബേല സമ്മതിച്ചതെന്ന് ജൂഹിക്ക് ഡൗട്ട് തോന്നുകയാണ്. അത് മനസ്സിലാക്കുന്ന വ്യോമ ജൂഹിയോട് അതെല്ലാം ബേലയുടെ നാടകമാണെന്നും ബേല മനുഷ്യരുടെ ഇടയിലാണ് ഇത്രയും കാലം ജീവിച്ചത്, അതുകൊണ്ട് തന്നെ ബേല വളരെ ബുദ്ധിശാലിയാണ്, നീ ഒന്നുകൂടി ആലോചിച്ചു നോക്ക്, അപ്പോൾ എല്ലാം മനസ്സിലാകുമെന്ന് പറഞ്ഞ് ജൂഹിയെ ചേർത്ത് പിടിക്കുകയാണ് വ്യോം. ഇതെല്ലാം ബേലയ്ക്കെതിരെയുള്ള വ്യോമിന്റെ പ്ലാനാണ്. മറുവശത്ത് വിശാഖ വിക്രാന്തിനെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി റൂമിൽ ലൈറ്റ് ഇട്ട് ഇരിക്കുകയാണ്. വിശാഖ പ്രഗ്നന്റ് ആയതുകൊണ്ട് വിശക്കുന്നു, അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്ന് പറയുകയാണ്. വിക്രാന്ത് വിശാഖയെ വഴക്ക് പറയുന്നുണ്ട്. വിശാഖ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫ്രൂട്ട്സ് കഴിച്ചിരിക്കുകയാണ്. ഫ്രൂട്ട്സ് കഴിക്കുന്നതിനിടയിൽ പുളിപ്പുള്ള ഫ്രൂട്ട് കഴിക്കുന്ന വിശാഖ കരയുന്നത് പോലെ സൗണ്ട് ഉണ്ടാക്കുകയാണ്. ആ സൗണ്ട് കേട്ട് പേടിക്കുന്ന വിക്രാന്ത് സൗണ്ട് പുറത്ത് കേൾക്കരുത്, കേൾക്കുന്നവർ ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നു എന്ന് വിചാരിക്കും, സൗണ്ട് പുറത്ത് കേൾക്കാതെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറയുകയാണ്. പുളിപ്പുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ട് പല്ലിലെ പുളിപ്പ് കാരണമാണ് സൗണ്ട് ഉണ്ടാകുന്നത്. സൗണ്ട് കേൾക്കാൻ പാടില്ല എങ്കിൽ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഫ്രൂട്ട്സ് എടുത്തിട്ട് വരാൻ പറയുകയാണ് വിശാഖ. വിശാഖ പറയുന്നത് കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വാശിയിൽ വിക്രാന്ത് ഇരിക്കുമ്പോൾ വിശാഖ പിന്നെയും സൗണ്ട് ഉണ്ടാക്കുകയാണ്. അത് കേൾക്കുന്ന വിക്രാന്ത് ഒരു നിവർത്തിയും ഇല്ലാത്തത് കൊണ്ട് പുറത്തേക്ക് പോകുന്നു. വിക്രാന്ത് വിശാഖയെ പേടിച്ചു പോകുന്നത് കാണുന്ന വിശാഖ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. പുറത്തു പോകുന്ന വിക്രാന്ത് ആണെങ്കിലോ വിശാഖയെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും പറഞ്ഞു പോവുകയാണ്. ഈ സമയം നാഗറാണി ആകാൻ പോകുന്ന സന്തോഷം കൊണ്ട് ജൂഹി പകുതി നാഗമായി മാറി വ്യോമിനെ വാലുകൊണ്ട് ചുറ്റി പിടിച്ചിട്ട് തന്റെ അടുക്കലേക്ക് ചേർത്ത് പിടിക്കുകയും എന്നിട്ട് ജൂഹി നാഗറാണി ആകുമ്പോൾ നാഗമ്മണിക്ക് കിട്ടുന്ന വ്യോമ് പരുന്തിന്റെ ലോകത്തെ രാജാവാകുമെന്ന് പറഞ്ഞ് രണ്ടുപേര് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ ബേലയും ജൂഹിയും കൂടി പഴയ പാലസിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവിടെ സുമിത്ര വരുന്നു. സുമിത്ര അവരോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ പറയുമ്പോൾ ബേല രാവിലെ ചെയ്യേണ്ട പൂജയാണ്, പൂജ ചെയ്യുമ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. സുമിത്ര അവരെ നിർബന്ധിക്കുന്ന സമയം അവിടെ വിശാഖ വരുന്നു. വിശാഖ സുമിത്രയോട് പൂജ കഴിയുന്നത് വരെ ഫുഡ് ഒന്നും കഴിക്കാൻ പാടില്ല, ഈ പൂജ വ്രതം എടുത്ത് ചെയ്യാനുള്ളതാണെന്നും പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് അവർ 3 പേര് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയം അവരുടെ മുന്നിൽ വിക്രാന്ത് വരുന്നു. ഇതെല്ലാം അവിടെ മറഞ്ഞു നിന്ന് വ്യോം കാണുന്നുണ്ട്. അവർ 3 പേരും പുറത്തു പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത് കാണുന്ന വിക്രാന്ത് യുവിയായി മാറുകയാണ്. യുവി അവരോട് നിങ്ങൾ 3 പേര് എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുന്ന സമയം അവിടെ സൈക്കിൾ വരുന്നു. സൈക്കിൾ യുവിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അത് കാണുന്ന അവർ 3 പേരും പാലസിലേക്ക് പോകാൻ ഇറങ്ങുന്നതും അവിടെ മഹി വരുന്നു. മഹി അവരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കാറിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അവരുടെ പുറകെ കഴുകനായി മാറി വ്യോമും പോകുന്നുണ്ട്. ജൂഹിക്ക് വ്യോം അവരുടെ പുറകെ ഉണ്ടെന്ന് മനസ്സിലാവുകയാണ്. ഓൾഡ് പാലസ് കഴിഞ്ഞു പോകുന്നത് കാണുന്ന ജൂഹിക്ക് ദേഷ്യം വരികയും ജൂഹി നാഗമായി മാറി കാറിന്റെ വിൻഡോ വഴി പുറത്തു പോയി കാറിന്റെ ടയറിൽ കുത്തുകയും ശേഷം കാറിന്റെ അകത്ത് തിരിച്ചു വരികയും ജൂഹിയായി മാറുകയും ചെയ്യുകയാണ്. ഇതെല്ലാം ബേലയും കാണുന്നുണ്ട്. കാറിന്റെ ടയർ പഞ്ചറായത് കാരണം മഹി കാർ നിർത്തുകയാണ്. ബേല ക്ഷേത്രത്തിൽ പോകാൻ സമയമായി, ഞങ്ങൾ 3 പേരും നടന്നു പോകാമെന്നും കാർ ശരിയാക്കിയിട്ട് മഹിയോട് വീട്ടിലേക്ക് പോകാനും പറഞ്ഞിട്ട് ബേലയും വിശാഖയും ജൂഹിയും അവിടെ നിന്നും പോകുന്നു. നാഗറാണി ആകാനുള്ള സന്തോഷം കൊണ്ട് അഹങ്കാരത്തോടു കൂടിയും ആവേശത്തോടു കൂടിയുമാണ് ജൂഹിയുടെ പെരുമാറ്റം. വോൾഡ് പാലസ്
പാലസ് കാണുന്ന ജൂഹി നാഗറാണി ആകാനുള്ള ആക്രാന്തം കൊണ്ട് ബേലയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഇതിനിടയിൽ ജൂഹിയുടെ വിരലിലിട്ടിരുന്ന മോതിരം അവിടെ വീഴുകയാണ്. ശേഷം അകത്ത് കയറുന്ന ജൂഹി എന്നെ പെട്ടെന്ന് നാഗറാണി ആക്ക്, പെട്ടെന്ന് എല്ലാം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആവേശം കാണിക്കുകയാണ്. അത് കാണുന്ന ബേല അമ്മ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം, അമ്മ വന്നാൽ മാത്രമേ ചടങ്ങ് നടത്താൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇതെല്ലാം അവിടെ അടുത്തായി മറഞ്ഞു നിന്ന് വ്യോമ് കാണുന്നുണ്ട്. ശേഷം ബേല നാഗറാണി ധരിക്കേണ്ട കിരീടം എടുക്കാൻ അവിടെയുള്ള ഒരു റൂമിലേക്ക് പോവുകയാണ്. പുറകെ വിശാഖയും പോകുന്നു. ബേല ഏതൊരു മന്ത്രം പറയുമ്പോൾ അവിടെ ഒരു ബോക്സ് വരികയും ആ ബോക്സിൽ നിന്ന് ബേല കിരീടം എടുക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ബേല കിരീടവുമായി പുറത്തു പോകുമ്പോൾ വിശാഖ ബേലയോട് എടുത്തു ചാടിയുള്ള ഈ തീരുമാനം ശരിയാണെന്ന് ബേലയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പണ്ടേ തീരുമാനിച്ച കാര്യമായിരുന്നു, പക്ഷെ അന്ന് ജൂഹിക്ക് താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് നടക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് ബേല. മറുവശത്ത് ജൂഹിയുടെ അടുത്ത് വരുന്ന വ്യോമ് ജൂഹിയോട് നീ ഇങ്ങനെ ആവേശം കാണിച്ചാൽ അവർക്ക് ഡൗട്ട് തോന്നും, നിനക്ക് തന്നെ നാഗറാണി ആകാം, നാഗറാണി ആയ ഉടൻ തന്നെ ബേലയെ കൊന്നുകളയണമെന്ന് പറയുകയാണ് വ്യോമ്. ആ സമയത്താണ് വ്യോമ് ജൂഹിയുടെ വിരലിൽ അവരുടെ വംശത്തിലെ മോതിരമില്ല എന്ന് അറിയുന്നത്. അതറിയുന്ന വ്യോമ് ജൂഹിയും കൂടി അവിടെ എല്ലാ സ്ഥലത്തും മോതിരം നോക്കുകയാണ്. മറുവശത്ത് വിശാഖ ബേലയോട് നീ 100 വർഷം വിക്രാന്തിനെ വിശ്വസിച്ചതാണ്, വിക്രാന്ത് ഒരിക്കലും ചതിക്കുമെന്ന് നീ വിചാരിച്ചതേ അല്ല, നീ ചുറ്റുമുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കും, അവരുടെ ചതി നിനക്ക് മനസ്സിലാവില്ല. ജൂഹി പെട്ടെന്ന് ഒരു ദിവസം വന്ന് നാഗറാണി ആവണമെന്ന് പറയുന്നതിൽ എന്തോ ഒരു പ്രോബ്ലം ഉള്ളതുപോലെ തോന്നുകയാണ്. എന്റെ സഹോദരി എനിക്ക് വിശ്വാസമാണ്, നമ്മുടെ രണ്ടുപേരുടെയും ബ്ലഡ് ഒന്നാണ്, അവൾ എന്നെ ഒരിക്കലും ചതിക്കില്ല എന്നൊക്കെ പറയുകയാണ് ബേല. ശേഷം രണ്ടുപേരും കൂടി ബോക്സ് എടുത്തുകൊണ്ട് പോവുകയാണ്. ബേല വരുന്നുണ്ടെന്ന് അറിയുന്ന വ്യോമ പരുന്തായി മാറി അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. ജൂഹി ബേലയെ കണ്ട ഉടൻ തന്നെ സിംഹാസനത്തിൽ പോയി ഇരിക്കുകയാണ്. മറുവശത്ത് ബേലയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് മഹി ക്ഷേത്രത്തിലെ പൂജാരിയെ വിളിക്കുകയാണ്. പൂജാരി ഇന്ന് ബേലയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് കേട്ട് മഹിക്ക് ഡൗട്ട് തോന്നുകയാണ്. ഈ സമയം വിക്രാന്ത് കാട്ടിന്റെ അകത്തു കൂടി പോകുമ്പോൾ കഴുകന്മാർ വട്ടമിട്ട് പാലസിന്റെ ചുറ്റും പറക്കുന്നത് കണ്ട് ഡൗട്ട് തോന്നി പാലസിലേക്ക് പോകുമ്പോൾ വിക്രാന്തിന് പാലസിന്റെ മുന്നിൽ നിന്നും ജൂഹിയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട മോതിരം കിട്ടുകയാണ്. ജൂഹി സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വിശാഖയും ബേലയും. ശേഷം കിരീടധാരണ ചടങ്ങ് നടക്കുകയാണ്. അവസാനം അവിടെ 2 നാഗങ്ങൾ വരികയും അവരുടെ സാന്നിധ്യത്തിൽ ബേല ജൂഹിക്ക് കിരീടം വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതെല്ലാം അവിടെ അടുത്തായി മറഞ്ഞു നിന്ന് കഴുകനായ വ്യോം കാണുന്നുണ്ട്. തുടർന്ന് ബേല വളരെ സന്തോഷത്തോടു കൂടി കിരീടം ജൂഹിയുടെ തലയിൽ വയ്ക്കാൻ പോകുന്നതും അവിടെ വരുന്ന വിക്രാന്ത് ആ ചടങ്ങ് തടയുകയാണ്. വിക്രാന്തിനെ അവിടെ കാണുന്ന വിശാഖയും ബേലയും വിക്രാന്തിനോട് അവിടെ എന്തിനാണ് വന്നതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. വിക്രാന്ത് ജൂഹിയെ വിശ്വസിക്കരുതെന്നും ജൂഹി എല്ലാവരെയും ചതിക്കുകയാണെന്നും പറയുകയാണ്. അത് കേട്ട് രണ്ടുപേരും വിശ്വസിക്കാതെ നിൽക്കുന്നത് കാണുന്ന വിക്രാന്ത് ഞാൻ ബേലയെ വിശ്വസിപ്പിച്ച് ചതിച്ചത് ശരിയാണ്, ഞാൻ എല്ലാം സമ്മതിക്കാം, പക്ഷേ ജൂഹി നിങ്ങളെ ചതിക്കുന്നത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് വിക്രാന്ത് ജൂഹിയുടെ കയ്യിൽ നിന്ന് മിസ്സായ മോതിരം വിശാഖയ്ക്കും ബേലയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴുകന്മാരുടെ വംശത്തിലുള്ളവർ ഇടുന്ന മോതിരമാണ് എന്ന് വിക്രാന്ത് പറയുന്നതെല്ലാം ജൂഹി എതിർക്കുകയാണ്. ഇപ്പോൾ തന്നെ എനിക്ക് നാഗറാണി ആവണം, നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യാനാണോ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതെന്നൊക്കെ ചോദിക്കുകയാണ് ജൂഹി. ഈ സമയം വിക്രാന്തിന്റെ പുറകിൽ കൂടി വരുന്ന കഴുകൻ വിക്രാന്തിനെ ഉപദ്രവിക്കുകയും ശേഷം വിക്രാന്തിനെ ചങ്ങലയിൽ ബന്ധിക്കുകയും ചെയ്യുകയാണ്. അത് കണ്ട് ഷോക്കിൽ നിൽക്കുകയാണ് ബേല. അപ്പോൾ അവിടെ വ്യോം വരുന്നു. വ്യോമിനെ കാണുന്ന ജൂഹി വ്യോമിന്റെ അടുത്തേക്ക് പോവുകയാണ്. ജൂഹി ചതിച്ചു എന്ന് അറിഞ്ഞ് ദേഷ്യം വരുന്ന ബേല പകുതി നാഗമായി മാറുമ്പോൾ വിശാഖയും പകുതി നാഗമായി മാറുന്നു. അത് കാണുന്ന ജൂഹി ബേലയും അമ്മയും കൂടി നാഗറാണി പദവി ജൂഹിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ജൂഹിയെ കൊല്ലാൻ ശ്രമിച്ച കഥ പറയുകയാണ്. അതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് ബേല. അതെല്ലാം കേൾക്കുന്ന വിശാഖ ജൂഹിയുടെ മനസ്സ് ഈ കഴുകന്മാർ മാറ്റിയതാണെന്ന് പറയുന്ന സമയം വ്യോമ് വിശാഖയുടെ നേരെ ഒരു പൊടി എറിയുമ്പോൾ വിശാഖയും ചങ്ങലയിൽ ബന്ധിക്കപ്പെടുക
പറയുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന ബേല വ്യോമിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ജൂഹി പകുതി നാഗമായി മാറുകയും ബേലയെ കുറ്റപ്പെടുത്തി ഓരോന്നും പറയുകയും ചെയ്യുകയാണ്. നാഗറാണി പദവി സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തം സഹോദരിയെ ചതിച്ചതാണ് നിങ്ങൾ എന്നൊക്കെ പറയുകയാണ്. ഈ സമയം പുറത്ത് കുറെ കഴുകന്മാർ ഉള്ളത് ബേലയ്ക്ക് വ്യോമ് കാണിച്ചു കൊടുക്കുകയാണ്. വ്യോമ് പറഞ്ഞാൽ ഉടൻ തന്നെ കഴുകന്മാർ അകത്ത് വരുമെന്നും വിക്രാന്തിനെയും വിശാഖയെയും അവർ കൊല്ലുമെന്നും അങ്ങനെ ചെയ്യേണ്ട എങ്കിൽ പെട്ടെന്ന് ജൂഹിയെ നാഗറാണി ആക്കണമെന്നും പറയുകയാണ്. അത് കേട്ട് പേടിക്കുന്ന ബേല അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വളരെ വിഷമത്തോടെ ജൂഹിയെ നാഗറാണി ആക്കാമെന്ന് സമ്മതിക്കുകയാണ്. ഇതിനിടയിൽ ബേല ജൂഹിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. ബേലയുടെ വാക്കുകളിൽ ജൂഹി വീഴുമെന്ന് ഡൗട്ട് തോന്നുന്ന വ്യോമ് കഴുകന്മാരെ അകത്തേക്ക് വിളിക്കുകയും അവർ അകത്തേക്ക് വരികയും ചെയ്യുകയാണ്. കഴുകന്മാർ അകത്തേക്ക് വരുന്നത് കാണുന്ന വിശാഖ വിക്രാന്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. വിക്രാന്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ കഴുകന്മാർ വിശാഖയെ ഉപദ്രവിക്കുകയാണ്. വിക്രാന്ത് ഇതെല്ലാം ശ്രദ്ധിക്കുന്നു. വിശാഖയുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ നിന്ന് വിക്രാന്തിനെ മനസ്സിലാവുകയാണ്. ഈ സമയം സാഹചര്യം മനസ്സിലാക്കുന്ന ബേല കിരീടം ജൂഹിയുടെ തലയിൽ വച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വിക്രാന്തിനെയും വിശാഖയെയും വെറുതെ വിടാൻ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന വ്യോമ് ശക്തി പ്രയോഗിച്ച് അവരെ വെറുതെ വിടുന്നു. ശേഷം വ്യോമ് ജൂഹിയും അവിടെ നിന്നും പോവുകയാണ്. അവർ പോകുന്നത് കാണുന്ന ബേല വിക്രാന്തിന്റെ വിശാഖയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു കുഴപ്പവുമില്ല എന്നും നാഗമാണിക്യമാണ് വ്യോമിന്റെ ലക്ഷ്യമെന്നും ജൂഹി നാഗമാണിക്യം എടുക്കുന്നത് തടയണം എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന ബേല നാഗമായി മാറി അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ വിക്രാന്തിന്റെയും വിശാഖയുടെയും മുന്നിൽ മഹി വരുന്നു. മഹി അവരെ രണ്ടുപേരെയും കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. മഹി അവരോട് ബേല എവിടെയെന്ന് ചോദിക്കുകയാണ്. എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് വിക്രാന്തും വിശാഖയും. മറുവശത്ത് ജൂഹിയും വ്യോമും പോകുമ്പോൾ പുറകെ ബേലയും പോവുകയാണ്. ജൂഹി നാഗമാണിക്യം എടുത്ത് വ്യോമിന്റെ കയ്യിൽ കൊടുക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ബേല. ബേല അടുത്ത് പോകുമ്പോഴേക്കും അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ബേല നോക്കുമ്പോൾ നാഗമാണിക്യം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന എല്ലാ നാഗവംശരും അവിടെ മരിച്ചു കിടക്കുകയാണ്. തന്റെ ഒരു മിസ്റ്റേക്ക് കാരണമാണല്ലോ ഇവരുടെ ജീവനെല്ലാം പോയതെന്നും നാഗമാണിക്യം നഷ്ടപ്പെട്ടതെന്നും പറഞ്ഞ് കരയുകയാണ് ബേല. അടുത്ത സീനിൽ റാണി അമ്മയോട് ബേല നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് കരയുകയാണ്. റാണിയമ്മ ബേലയെ സമാധാനിപ്പിക്കുകയാണ്. നാഗമാണിക്ക് ഇത് ആദ്യമായല്ല നഷ്ടപ്പെടുന്നതെന്നും അത് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഒരു നാഗറാണിയുടെ കടമയാണെന്നും അത് നിനക്ക് കഴിയുമെന്നും ജൂഹി കഴുകന്മാരുടെ ഏതോ ഒരു മായാശക്തിയിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും അവളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നും പറയുകയാണ്. അടുത്ത സീനിൽ ബേല കഴുകന്മാരുടെ സ്ഥലത്തേക്ക് ആരും കാണാതെ പോവുകയാണ്. ഈ സമയം മഹി കാർ ഓട്ടിച്ചു പോവുകയാണ്. അപ്പോൾ മഹി കുറച്ചു മുമ്പ് നടന്ന സംഭവം ഓർമ്മിക്കുകയാണ്. മഹി ബേലയെ കുറിച്ച് അവരോട് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന മഹി വയലന്റായി അവരോട് വിക്രാന്ത് ആരാണെന്നും ബേല എവിടെയെന്നും ചോദിക്കുകയാണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ബേല മഹിയോട് കാര്യങ്ങളെല്ലാം പറയും. ഞങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയുകയാണ് വിശാഖ. അത് കേട്ടിട്ട് ദേഷ്യം വരുന്ന മഹി സത്യം അറിയാതെ പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നത് കാണുന്ന വിക്രാന്ത് യുവിയായി മാറുന്നു. അത് കണ്ട് ഷോക്കിൽ നിൽക്കുകയാണ് മഹി. അതെല്ലാം കാണുന്ന മഹി ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, യുവി എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. മഹിയുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യുവി മരിച്ചുപോയ കാര്യം വിക്രാന്ത് മഹിയോട് പറയുകയാണ്. ആ കാര്യം കേട്ട് ഒന്നും പറയാനില്ലാതെ ഞെട്ടി നിൽക്കുകയാണ് മഹി. യുവിയായി മാറിയ വിക്രാന്ത് മഹിയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. പക്ഷേ ബേല നാഗമാണെന്നുള്ള കാര്യം മാത്രം പറയുന്നില്ല. ബേല പ്രതികാരം ചെയ്യാനാണ് വന്നതെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യത്തോടെ മഹി അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കാർ ഡ്രൈവ് ചെയ്യുന്ന മഹി ഓർമ്മിക്കുകയാണ്. മഹിക്ക് യുവിയുമായുള്ള നല്ല നിമിഷങ്ങൾ ഓർമ്മ വരികയാണ്. യുവി മരിച്ചത് അറിഞ്ഞിട്ടും ബേല ഇത്രയും ദിവസം എല്ലാവരുടെ മുന്നിലും ഡ്രാമ ചെയ്തതും യുവിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും യുവിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെല്ലാം ഓർമ്മ വരുന്ന മഹിക്ക് ദേഷ്യം വരികയാണ്. ശേഷം വീട്ടിലെത്തുന്ന മഹി മീറ്റിംഗിൽ പോകാൻ കഴിഞ്ഞില്ല എന്ന് സൈഗളിനോട് പറഞ്ഞിട്ട് വളരെ വിഷമത്തോടെ അകത്തേക്ക് കയറി പോകുന്നത് കണ്ട് സൈഗളിന് ഡൗട്ട് തോന്നുകയാണ്. റൂമിൽ പോകുന്ന മഹി സമാധാനമില്ലാതെ നിൽക്കുകയാണ്. മഹിക്ക് ദേഷ്യം തോന്നുകയാണ്. എല്ലാ കാര്യവും അറിഞ്ഞിട്ടും ബേല മഹിയോട് ഒന്നും പറയാത്തതിൽ മഹി വയലന്റായി നിൽക്കുകയാണ്. മറുവശത്ത് ബേല കഴുകനായി
മാറി അവരുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. അകത്ത് കയറുന്ന കഴുകൻ ബേലയായി മാറി അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നാഗമാണിക്യവുമായി ജൂഹി വരുന്നു. പുറകെ വ്യോമമുണ്ട്. ഇതെല്ലാം മറഞ്ഞു നിന്ന് കാണുകയാണ് ബേല. എല്ലാ കഴുകന്മാരും നാഗമാണിക്ക് കിട്ടിയ സന്തോഷത്തിലാണ്. അവസാനം ജൂഹി വ്യോമിന്റെ കയ്യിൽ നാഗമാണിക്യം കൊടുക്കുകയാണ്. നാഗമാണിക്യം കയ്യിൽ കിട്ടുന്ന വ്യോമും വ്യോമിന്റെ ആളുകളും വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. വ്യോമ് കഴുകന്മാരോട് ഇന്നത്തെ സന്തോഷത്തിനായി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിരുന്നാണ് ഈ നാഗറാണി എന്ന് വ്യോമ് ജൂഹിയെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ജൂഹിയും ബേലയും. ജൂഹി ജൂഹിയോട് വ്യോമിന് സ്നേഹമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന വ്യോമ് നാഗമാണിക്യത്തിന് വേണ്ടി മാത്രമാണ് ജൂഹിയുടെ കൂടെ നിന്നതെന്നും നിങ്ങൾ നാഗങ്ങൾ എന്നും ഞങ്ങൾക്ക് ശത്രു തന്നെയായിരിക്കുമെന്നും പറയുകയാണ്. അത് കേട്ട് വിഷമിച്ചു നിൽക്കുകയാണ് ജൂഹി. ഈ സമയം എല്ലാ കഴുകന്മാരും ജൂഹിയുടെ അടുത്തേക്ക് പോവുകയാണ്. ജൂഹി അത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം മറഞ്ഞു നിന്ന് കാണുകയാണ് ബേല. മറുവശത്ത് ബേലയുടെ ഓർമ്മ വരുന്ന എല്ലാ സാധനങ്ങളും നശിപ്പിക്കുകയാണ് മഹിക്ക് ബേല കള്ളം പറഞ്ഞതും മഹിയെ ചതിച്ചതും ഒന്നും സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. എല്ലാ സത്യവും ബേലയുടെ വായിൽ നിന്ന് കേൾക്കണമെന്ന് പറഞ്ഞ് ബേലയെ അന്വേഷിച്ചു പോവുകയാണ് മഹി. ഈ സമയം ബേല പകുതി നാഗമായി മാറി ജൂഹിയുടെ അടുത്തേക്ക് പോവുകയും ജൂഹിയോട് കഴുകന്റെ രൂപമായി മാറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനും പറയുകയാണ്. ബേല പറഞ്ഞതുപോലെ ജൂഹി കഴുകനായി മാറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ബേല കുറെ കഴുകന്മാരെ കൊന്നതിന് ശേഷം ബേലയും കഴുകന്റെ രൂപം മാറി അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. അവർ രണ്ടുപേര് കഴുകന്മാരുടെ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. പുറകെ വ്യോമും പോകുന്നുണ്ട്. കുറച്ചു ദൂരം പോകുമ്പോൾ വ്യോമിനെ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയം നോക്കി ബേല വ്യോമിനെ കൊല്ലുകയും വ്യോമിന്റെ ശരീരത്തിൽ മറച്ചു വെച്ച നാഗമണിക്ക് എടുക്കുകയും അവർ രണ്ടുപേര് അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. മറുവശത്ത് വിശാഖയും വിക്രാന്തും ബേലയെ അന്വേഷിച്ച് നടക്കുകയാണ്. വിശാഖ വിക്രാന്തിനോട് മഹി ബേലയെ വെറുക്കാൻ വേണ്ടിയിട്ടല്ലേ മഹിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്നും മഹി നല്ലൊരു മനുഷ്യനാണെന്നും മഹിയെ ചതിക്കുന്നത് ശരിയല്ല എന്നും പറയുകയാണ് വിശാഖ. അത് കേൾക്കുന്ന വിക്രാന്ത് മഹി നല്ലൊരു മനുഷ്യനായതാണ് പ്രശ്നം. മഹിയോട് എനിക്ക് അസൂയയാണ് തോന്നുന്നത്. എനിക്ക് മഹിയെ പോലെ ആകാൻ കഴിയുന്നില്ല എന്നൊക്കെ വളരെ ഇമോഷണലായി പറയുകയാണ് വിക്രാന്ത്. എനിക്ക് മഹിയെ പോലൊരു നല്ലൊരു മനുഷ്യനെയല്ല വേണ്ടത് എന്ന് വിശാഖ പറയുന്നത് കേട്ട് ചെറു പുഞ്ചിരിയോടെ പോവുകയാണ് വിക്രാന്ത് ചിരിച്ചത് വിശാഖ കാണുന്നു. ഈ സമയം ബേല നാഗമണിക്ക് സുരക്ഷിതമായി ഒരു സ്ഥലത്ത് വെക്കുകയാണ്. അപ്പോൾ ജൂഹി ബേലയോട് അന്ന് നടന്ന എല്ലാ സംഭവവും വ്യോമ ജൂഹിയോട് പറഞ്ഞ കഥകളും ബേലയോട് പറയുകയാണ്. എന്നിട്ട് ബേലയെ നിർബന്ധിച്ച് നാഗറാണി ആക്കുകയാണ് ജൂഹി സ്വമനസാലെ സന്തോഷത്തോടു കൂടി നാഗറാണി പദവി മുൻ നാഗറാണിയായ റൂഹിക്ക് കൈമാറുകയാണ്. ജൂഹി കിരീടം ബേലയുടെ തലയിൽ വെച്ചു കൊടുക്കുകയാണ്. ആ സമയം അവിടെ വിശാഖയും വിക്രാന്തും വരുന്നു. അവർ രണ്ടുപേരും കിരീടം വെച്ച ബേലയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം അവർ രണ്ടുപേരും ബേലയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. മഹി സത്യമെല്ലാം അറിഞ്ഞു എന്ന് അറിയുന്ന ബേല വളരെ ടെൻഷനോടെയും വിഷമത്തോടെയും ഇരിക്കുകയാണ്. ബേലയെ കാണുമ്പോഴുള്ള മഹിയുടെ തീരുമാനം എന്തായിരിക്കും? ബേലയുടെയും മഹിയുടെയും പുതിയ ശത്രു ആരാണ്? ഇതെല്ലാം അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു.